നഗരസഭയിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സാമ്പത്തിക ക്രമക്കേടും അഴിമതി. അത് ഉദ്യോഗസ്ഥന്മാർ മുതൽ ഭരണസമിതിയിലെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വരെ അതുണ്ട്. നിരന്തരം ഞങ്ങൾ കൗൺസിലിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് പല ഘട്ടത്തിലും അവർ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പരാതികൾ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ രേഖകൾ ഞങ്ങളെ കയ്യിലുണ്ട്. ഒരുപാട് ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നഗരസഭയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന നമ്മളെ കാലാവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ടൗണിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. ഡ്രെയിനേജിന്റെ ഉള്ളിൽ മണ്ണുകൾ അടഞ്ഞു കിടക്കുകയാണ്. വെള്ളം ഒഴുക്കി പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുകയാണ്. പക്ഷെ ഇവർ കേന്ദ്രീകരിക്കുന്ന എന്താണ്? ഇവർ കടകളുടെ കയറി റെയ്ഡ് നടത്തുക, പൈസ ഉണ്ടാക്കുക. അതിന് ഭരണസമിതിയിലെ ഒന്നോ രണ്ടോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് കൂട്ടുനിൽക്കുക. അതിന് ഭരണസമിതിയുടെ താല്പര്യത്തിരിക്കുന്ന ആളുകളും പാർട്ടിയും അതിന് മൗന സമ്മതവും കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്, കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലാതെ നടക്കുകയാണ്. ലക്ഷക്കണക്കിന്. ഇപ്പം ഈ സംസ്ഥാന ഗവൺമെന്റ് വന്നിട്ട് പോലും ഒരാൾക്ക് പോലും PSC വഴിയല്ലാതെ തൊഴിൽ കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മാന്യമായ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ മാന്യമായിട്ട് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അവർ പറ്റുകയാണ്. ഗവൺമെന്റ് എന്ന് പല ഉദ്യോഗസ്ഥന്മാരും വരുന്നത് തന്നെ 10:30 മണിക്കും 11 മണിക്കും ഒക്കെയാണ്. അതിന് പോലും ഒരു നിയന്ത്രണം നഗരസഭയിലില്ല. പക്ഷെ ഇവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. നിരന്തരമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ വെറുതെ കാരണങ്ങളില്ലാതെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മളതിൽ പഴിചാരുന്നില്ല. അപൂർവം ചില ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ജനങ്ങൾ ബന്ധപ്പെടുന്ന സീറ്റിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ അവർ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നഗരസഭയിലുണ്ട്. നമുക്കൊക്കെ അറിയങ്ങളൊക്കെ കൗൺസിലിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ആ കൗൺസിലിന് ഞങ്ങൾ കൃത്യമായിട്ട് ആ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ പരിഹാരം ഉണ്ടാക്കേണ്ട ആളുകൾ അവരുടെ മൗനസമ്മതത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായി തന്നെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടോടു കൂടി ജനങ്ങൾ സൈലന്റാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ കാര്യം നടക്കണം. അവരുടെ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അവർ കൈമടക്ക് കൊടുക്കുകയാണ്. ചോദിച്ചിട്ടും കൊടുക്കുന്നുണ്ട്, ചോദിക്കായും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ അറിഞ്ഞും അറിയാതെയും അതിന് കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി ശക്തമായ രീതിയിൽ വരും കാലങ്ങളിൽ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ, മുനിസിപ്പാലിറ്റിക്കുള്ളിലും പുറത്തും ശക്തമായ സമരങ്ങൾ UDFന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാവും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. പെരിന്തൽമണ്ണ നഗരസഭയിലെ കൈക്കൂലി വിവാദത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷാംഗം പച്ചേരി ഫാറൂഖ് നഗരസഭാ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നിരവധി തവണ നഗരസഭാ ചെയർമാനോട് പരാതിപ്പെട്ടതായും നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഇക്കാര്യം നിരവധി തവണ തുറന്നു പറഞ്ഞതായും പെരിന്തൽമണ്ണ നഗരസഭാ പ്രതിപക്ഷാംഗം പച്ചേരി ഫാറൂഖ് വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളോടുള്ള ഈ മോശം പെരുമാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങളും ഉന്നയിച്ച് നഗരസഭയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണ്ണ നഗരസഭാ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ 2000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിജിലൻസിന് ലഭിച്ച പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥനെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.